എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാരി 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 35 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഫൈനൽ മാച്ചിനായിട്ട് വന്നു നിൽക്കുന്നു പ്രിൻസസ്. അപ്പോൾ ഹോങ് ജങ് ഷോമോങ് അവർക്ക് രണ്ടുപേർക്കും 5 ലെവൽ സോൾ മെന്ററും അതുപോലെ തന്നെ 5 സോൾഡറും ഉണ്ട്. വാങ്ഡോങ്ങിന് 3 സോൾഡറിന് ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ യുഹാവ് 2 സോൾഡറിന് 2 ലെവൽ മെന്ററും. ഇതിലൂടെ തന്നെ അവരുടെ ഡിഫറൻസ് അത് മനസ്സിലാകാം. ഡായ്ഹോവനിക്ക് യുഹാവനെ കണ്ട് ഫെമിലിയർ ആയിട്ട് തോന്നുമല്ലോ. അതിനുശേഷം അവരുടെ മാച്ച് അത് തുടങ്ങിയിരുന്നു. ഇപ്പോഴാണ് ഉൾപ്പെടെ എല്ലാവർക്കും യുഹാവോയിലെ വാങ്ഡോങ് ആണ് മെയിൻ അറ്റാക്കർ എന്നത് മനസ്സിലായത്. ഷോയ് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. യുഹാവോ മുൻപ് ഒരു സെൻട്രലിലായിരുന്നല്ലോ. അതുപോലെ തന്നെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് ചെയ്തപ്പോഴും അവനായിരുന്നു. വാങ്ഡോങ് സൈഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറ്റാക്ക് ചെയ്യുന്നത് ആദ്യം അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവർ തിരികെ അവരുടെ സോൾ ടൂളൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സോൾ സ്കില്ല് അത് വെച്ച് എതിർക്കുകയും ചെയ്യുവാണ്. വാങ്ഡോങ്ങിനെ ഷവമെന്ന് ഒരു സോൾ ടൂൾ നേരെ ഉപയോഗിക്കുമ്പോൾ സ്പിരിറ്റ് ഷോക്ക് അല്ലെങ്കിൽ സോൾ ഷോക്ക് ഉപയോഗിച്ച് ശ്രദ്ധ തെറ്റിച്ചു. അതുപോലെ തന്നെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ യുഹാവയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പോയിസൺ അറ്റാക്ക് അത് ചെയ്യുന്നു. അതുകൊണ്ട് പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യുഹാവ ക്രെയിൻ ക്യാച്ച് ഡ്രാഗൺ എന്നത് ടാങ്ക് സെറ്റിലെ ടെക്നിക്ക് ഉപയോഗിച്ച് അവൻ അതിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ അവൻ അതിനുള്ളിൽ പെട്ടുപോയി. അവനിൽ പോയിസൺ എഫക്റ്റ് ആയി. എന്നാൽ ഇവിടെയാണ് അവർ അറിയാത്ത ഒരു ട്വിസ്റ്റ്. എക്സ്ട്രീം നോർത്താണ് ബിങ്മിങ്. അവിടെ ഈ ഐസ്റ്റോഡ് എന്ന തവളയ്ക്ക് വരാൻ കഴിയില്ല, ശത്രുക്കളാണ്. അതുപോലെ തന്നെ പോയിസൺ ബിങ്മിങ്ങിൻ്റെത് സ്കോർപ്പിയാണ് അല്ലെങ്കിൽ തേളാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വർക്കിംഗ് ആയില്ല എന്നത് മാത്രമല്ല, അവളുടെ പോയിസൺ എല്ലാം ഇല്ലാതാക്കി. ഐസംബറസ് ആർമർ അതിട്ട് അതുകൊണ്ട് തന്നെ അവളുടെ അറ്റാക്ക് എല്ലാം തടുത്തിരുന്നു. അവൾക്കാകട്ടെ ഷോക്ക്. ഈ പോയിസൺ അറ്റാക്ക് ഒന്നും അവനിൽ ബാധിക്കാത്തതിൽ. എങ്കിലും അവർ രണ്ടുപേരും കൂടി ചേർന്ന് മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അത് ചെയ്യുന്നു. അവളുടെ ഐസ്റ്റോഡും അവന്റെ 3 ലെഗ്ഡ് ഗോൾഡൻ ടോളും രണ്ടും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ അവർക്ക് പിടിച്ചു വലിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് അവളെ പുറത്ത് ഇറക്കി. എങ്കിലും അവളെ അവനെ രക്ഷിക്കാനായിട്ട് അവളും വന്നു. ബാക്കിയെല്ലാവരും എന്താടാ ഇപ്പം നടക്കുന്നത് എന്ന രീതിയിലാണ് നൽകുന്നത്. കാരണം അവരുടെ അറ്റാക്ക് അല്ലെങ്കിൽ ആ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു. പിന്നെ സോൾ കിങ് ലെവൽ കൂടി ആയതുകൊണ്ട് ഇനി ഊഹിക്കാമല്ലോ. അപ്പോഴാണ് ഇതിനെ എതിർക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് 3ാമത്തെ മാർഷൽ സോൾ അതെടുക്കുകയാണ്. യുഹാവോന്റെ സ്പിരിറ്റായും വാങ്ഡോങ്ങിന്റെ ഹോത്തിൻ ഹാമർ രണ്ടും കൂടി ചേർന്ന് സ്പിരിച്വൽ ടെമ്പസ്റ്റ് എന്ന മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല്. സംഭവത്തില്ല സോൾ ലാൻഡിലെ സെമി ഫൈനല് ടാങ്സൺ എടുത്ത ഹാമർ ഉണ്ടല്ലോ, ഫ്യൂസ് ആയത് അതേ സ്കില്ലാണ്. എന്നാൽ ഇത് മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് വഴി മാത്രമാണ് അത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഉപയോഗം എന്നത് അന്ന് കണ്ട അതേപോലെ തന്നെയാണ്. കുറച്ച് സോൾ പവർ മാത്രമേ ഇതിന് വേണ്ടി വരുള്ളൂ. എന്നാൽ അതിന്റെ സ്പിരിച്വൽ പവർ മോസ്റ്റ് ടെറിഫിക് ആയിരിക്കും. ഫ്യൂസായി ഹോത്തൻ ഹാമറിന്റെ മാത്രമല്ല യുഹാവോന്റെ സ്പിരിച്വൽ ഷോക്ക് അതുകൂടി ചേർന്ന് ഓപ്പോണന്റിന്റെ സ്പിരിച്വൽ സീയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫക്റ്റ് അത്ര പവർഫുൾ ആകും പുറമേ കാണില്ലെങ്കിലും. എന്നാൽ അവർക്ക് അറ്റാക്ക് കിട്ടുന്നു എങ്കിൽ കൂടി സോൾ പവർ വ്യത്യാസം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നേരെ ഇതുപോലെ നിൽക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അടുത്ത മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അത് ചെയ്തേ മതിയാകൂ. എന്നാൽ ഓൾറെഡി ഒരെണ്ണം ചെയ്യുകയാണല്ലോ, അതിന്റെ കൂടെ തന്നെ അടുത്തത് കോൾ ടൈം പോലും ഇല്ല. അതുപോലെ അവർ നന്നായിട്ട് അത് ട്രെയിനിങ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് റിസ്ക് ആണ്. എങ്കിലും ഈ റിസ്ക് നമുക്ക് എടുത്തേ മതിയാകൂ. അതുപോലെ തന്നെ ഈ സ്കില്ല് ചെയ്യാൻ മെയിനായിട്ട് 2 പേർക്കിടയിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് കാണുന്നു. അത് സമ്മതിച്ച് ചെയ്യുന്നു. ഷോയും അതുകൊണ്ട് അതിശയും. യുഹാവോന്റെ ഐസ് എംപ്രസും വാങ്ഡോങ്ങിന്റെ ബട്ടർഫ്ലൈയും കൂടി ചേർത്ത് 4ാമത്തെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അത് ചെയ്യുന്നു. അതിന്റെ പേരാണ് ഗോഡസ് ഓഫ് ലൈറ്റ്. അതുപോലെ തന്നെ അവരുടെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അവതാർ കൂടി ഉണ്ടാക്കുകയാണ്. വാങ്ഡോങ് അവളുടെ യഥാർത്ഥ രൂപമായ ടാങ് വുട്ടോങ് അതിലേക്ക് ഫോം ആവുന്ന ബ്രൈറ്റ് ലൈറ്റാണ് വരുന്നത്. അത് തന്നെയാണ് ആ സ്കില്ലും. അവളുടെ ബട്ടർഫ്ലൈ ഫോം അതും വളർന്നു. അവർ ചെയ്യുന്ന ഒന്നും അല്ലാതാകുകയാണ്. അതിനിടയിൽ അവൾ എന്തോ കാര്യം പറയുന്നുണ്ട്. സംഭവം ഭൂമിയിൽ ഒരുപാട് പേര് ഉണ്ട്. അവരുടെ ഇമോഷൻസ് അതെല്ലാം അവരുടെ ഡ്രീമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് ലിമിറ്റില്ല. എനിക്കെന്നാ റിയാലിറ്റി കാണാൻ കഴിയും. എന്തുകൊണ്ട് ടാങ് വൂട്ടോങ്ങിനെ അല്ലെങ്കിൽ വൂട്ടോങ്ങിനെ കണ്ടിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല. അതിന് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആരും ടാങ് വൂട്ടോങ്ങിനെ കണ്ടിട്ടില്ല. വൂട്ടോങ്ങിനെ കണ്ടിട്ടില്ല. ഇത് മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ലിന്റെ അവതാറാണ്. ഈ രൂപം വൂട്ടോങ്ങുമായിട്ട് സെയിം ആണെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. വൂട്ടോങ്ങിന്റെ ഗോഡസ് ഓഫ് ലൈറ്റിൽ അതിൽ അവരുടെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് ബ്രേക്ക് ആയിട്ട് അവർ ഔട്ടായി അരീനയുടെ വെളിയിൽ വീണ്. അങ്ങനെ മാച്ച് വാങ്ഡോങ് യുഹാവോൻ ജയിച്ച് ശ്രക്ക് അപ്പർ റാങ്ക് കോമ്പറ്റീഷനിൽ ചാമ്പ്യനുമായി. അവർ ഒരു മോൺസ്റ്റർ തന്നെയാണ് എന്ന് എല്ലാവരും. പ്രിൻസസ് പോലും 4 മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ലോ എന്ന് അത് പറയുന്ന ഗോൾഡൻ ടോഡ്, ഹെവൻലി എംപറർ ഹാമർ, സ്പിരിച്വൽ ടെമ്പസ്റ്റ്, ഇപ്പോഴത്തെ ഗോഡ്സ് ഓഫ് ലൈറ്റ് ശരിക്കും മോൺസ്റ്റർ തന്നെയാണ്. ശ്രക്കിനാകട്ടെ ഹാപ്പി. അങ്ങനെ അതവിടെ നടക്കുമ്പോൾ മാച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ യുഹാവോ നിന്റേത് സ്പിരിച്വലായി, നീ നമ്മുടെ ബോഡി സെറ്റിലെ ആളാണ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതാരാണെന്ന് കാണിക്കുന്നില്ല, അത് ഉടനെ അറിയാം. അത് കഴിഞ്ഞ് അവാർഡ് സെറിമണി എല്ലാവരും വന്ന് ശ്രക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ വരുമ്പോൾ
എംബറർ ആൾക്കാർ 4 സോൾ ബോൺ കൊണ്ടുവരുന്നുണ്ട്, 3 കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത് യുഹാവ ഫൈനലിൽ ജയിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞതുകൂടിയാണ്. ഷൂയി അവരോട് വാങ്ങാനായിട്ട് പറയുന്നു. എല്ലാവരും അതാണ് ആഗ്രഹം എന്നുകൂടി പറയുമ്പോൾ അവർ ചെന്ന് റെസ്പെക്ട് കൊടുത്തത് വാങ്ങുകയാണ്. അവന് വേണ്ട ആ സ്കോർപ്പിയോന്റെ ഒരു സോൾ ബോൺ കിട്ടി. ഇത് അവനാണെങ്കിലും പെങ്മിങ്ങിനായിരുന്നു വേണ്ടിയിരുന്നത്. അവൾക്ക് ഹാപ്പി, അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി. യുഹാവ പോലെ ഞാൻ ഷ്രെക്ക് ഫാമിലിയിലേക്ക് ജോയിൻ ആയി. ഇനി ഈ പാത തന്നെ പിന്തുടരും. ഡൈഹാവ കാണുന്നത് യുഗങ്ങ് ദൂരെ നിന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി. എന്നാൽ സൺമോണിനാകട്ടെ ഫൈനൽ കൊണ്ട് കളഞ്ഞു എന്നതിന്റെ ദേഷ്യം. ആ ദേഷ്യത്തിൽ പോകുമ്പോഴാണ് യുവൻ ഷൗമീനെ കൊണ്ടുവരുന്നത്. കാരണം അവളുടെ മാർഷൽ സോഡ് അത് മ്യൂട്ടഡായി ഈവിൾ ഫോമായിട്ട് മാറി എപ്പോൾ വേണമെങ്കിലും ഡെഡാകാം. ആ ഡാർക്ക് ആൻഡ് ലൈറ്റ് സോഡ് കാരണമാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ ആക്കിയത് അവരാണ്. അവർക്ക് മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത് അവരെ കൊണ്ട്. എന്നാൽ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന രീതി. എങ്കിൽ ആ സോഡ് നമ്മൾ വേറെ വഴി നോക്കാം എന്നാൽ അത് കൊടുക്കില്ല എന്ന് പോലും. യുവാന്റെ ദേഷ്യം അവരെല്ലാവരെയും പ്രഷർ കൊടുത്തു. മായിട്ട് നന്നായിട്ട് അറിയാം യുവാനെ എതിർക്കാൻ കഴിയില്ലെന്ന്. കാരണം 98 ലെവലുണ്ട്. അതുപോലെ തന്നെ എംബറർ പോലും ഈ പ്രശ്നം സോൾവ് ആക്കാൻ പോകുന്നില്ല. കാരണം അവിടെയുള്ള ഓഡിയൻസ് പോലും സൺമോൺ എംബറിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. അവർ ഈവിളാണ്, എന്ത് അഹങ്കാരമാണ് എന്നൊക്കെ. വേറെ വഴിയില്ല, കൊടുക്കാനായിട്ട് പറയുന്നു. യുഹോവനോട് അത് വാങ്ങാനായിട്ടും പറഞ്ഞു. ഇവളെ ശരിയാക്കിയിട്ട് ഈ സോഡ് തിരിച്ചു തരും. ഷൗമങ്ങിന്റെ പോയിസൺ ഇവളുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഷ്രെക്കിൽ വന്ന് കാണും എന്ന് പറഞ്ഞു പോകുന്നു. ആ സോഡാകണം ജഡ്ജ്മെന്റ് സോഡ്. അതിനിടയ്ക്ക് യുഹാവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. യുവാൻ ഷൗമങ്ങിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കൊണ്ടുപോയി നമുക്ക് ഷ്രെക്ക് ചെന്നിട്ട് റിവാർഡ് എന്ത് ചെയ്യണമെന്ന് നോക്കാം എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ആ മുൻപ് കണ്ട ആള് ബോഡി സെറ്റിലാണ് യുഹാവനെ വിളിക്കുന്നത്. അയാളുടെ പേര് ലാങ്ങിയ. ബോഡി സെറ്റിൽ നിന്നുള്ളതാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ ബോഡി സെറ്റ് അതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പറയുന്ന സംഭവം എന്താണെന്ന സ്പിരിറ്റ് ഒരു ബോഡി ടൈപ്പ് മാർഷൽ സോൾ ഉള്ളവരെ തീടി പിടിച്ച് അവരെ ബോഡി സെക്റ്റിലേക്ക് കൊണ്ടുപോയി കൾട്ടിവേഷൻ കൊടുക്കും. അവരുടെ മാർഷൽ സോൾ ഇവോൾവ് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് അവേക്കനിങ് ചെയ്യും. ഷ്രെക്കിനേക്കാൾ നന്നായിട്ട് ലാനിയ പറയുന്നുണ്ട്. അവനൊന്ന് വശീകരിക്കാൻ പോലെ അടുത്ത 20 വർഷം കൊണ്ട് ഈ ലോകം കാണാൻ പോകുന്ന സ്ട്രോങ് മാനാകും. ഷൂയി ശരിയാണ്, ബോഡി സെറ്റ് വേൾഡ് നമ്പർ 1 മിസ്റ്റീരിയസ് സെക്റ്റാണ്. ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത യുവരാകും മുൻപിൽ. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം പവർഫുൾ ആണെന്ന്. എന്നാൽ യുഹാവ വേണ്ടെന്ന് പറയുന്നു. അവൻ ഷ്രെക്കിൽ തന്നെ നിന്ന് പിന്തുടർന്നോളാം. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് എന്തോ ചെയ്യാൻ വരുമ്പോൾ യുവാൻ തടഞ്ഞു. ഈ ബോഡി സ്പിരിറ്റ് അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. യുവാൻ ലാങ്ങിയനോട് ആ ഓൾഡ് മാനോട് ചെന്ന് പറഞ്ഞേക്കഴിഞ്ഞാൽ ഇതുവരെ ഡെഡായില്ലെന്ന്. അവൻ അവിടെ നിന്ന് പോകുമ്പോൾ യുഹാവൻ്റെ കഴിവ് കൊണ്ട് ഇനി ഒരുപാട് പേര് വരും. അതിലൊന്നാണ് ഈ ബോഡി സെറ്റ്. നീ പേടിക്കണ്ട, നമ്മൾ സപ്പോർട്ടായിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ ബോഡി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ബോഡിയിലുള്ള ഏത് പാർട്ട് സ്പിരിറ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് സ്പിരിറ്റ് ഐ, സ്പിരിറ്റ് ഹാൻഡ്, ലെഗ്, ഹെയർ, സ്കിന്ന്, വിങ്സ്, ബോഡി, അങ്ങനെ എന്തോ സ്പിരിറ്റ് ആയിട്ടുള്ളത് അവർ തേടി പിടിച്ച് കൾട്ടിവേഷൻ കൊടുപ്പിക്കും. ഓർക്കണ ബീസ്റ്റ് ഫോമോ ടൂൾ ഫോമോ ഉള്ളവരെ അല്ല. ഷോയും പറയുന്നുണ്ട് അവരുടെ സീഗോഡ് പൗലിയ ഹാളിനെ വെച്ച് 2 മെയിൻ ഫോഴ്സാണ് ഉള്ളത്. ഒന്ന് മിങ്ടി ഹാള്, അത് സൺമൂൺ എംപയർ അക്കാഡമി അവിടെ ഉള്ളതാണ്. അവരുടെ സിമ്പിൾ എന്നത് ബെസ്റ്റ് പവർ ഓഫ് റിയു എംപയർ എന്നാണ്, അല്ലെങ്കിൽ സൺമൂൺ എംപയർ. അതിലെ സെക്ട് മാസ്റ്ററാണ് ഹോങ്ചൻ ബ്രദേഴ്സിന്റെ ഗ്രാൻഡ് ഫാദർ. ഹോങ്ചൻ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഷാമങ് ഹോങ്ചൻ അവരുടെ ഗ്രാൻഡ് ഫാദർ. അവരുടെ സോഡാണ് ആ ജഡ്ജ്മെന്റ് സോഡ്. മറ്റൊന്നാണ് ഈ ബോഡി സെറ്റ്. അവർ ഒരിക്കലും ഈസി ആയിട്ട് കരുതേണ്ട, ഗ്രേറ്റ് ടാലൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ അവിടെ വളർത്തിയെടുക്കൂ. അവിടെ ഉള്ളവരെ ബീസ്റ്റോ ടൂളോ അല്ല, സ്പിരിറ്റാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഈവിൾ അല്ലെങ്കിൽ അബ്നോർമൽ അത് കമ്പയർ ചെയ്താൽ പോലും ഇവർ മൂന്നാമത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഗുഡ് ഈവിള് പിന്നെ ഇവരുടേത് അത്രമാത്രം. 2000 വർഷങ്ങൾക്ക് മുൻപ് സെഞ്ചുറി മില്യനും 7 സോൾ ബീസ്റ്റിനെയാണ് അവർ ഹണ്ട് ചെയ്തത്. അവർ ബീസ്റ്റുകളെ ട്രിഗർ ചെയ്ത് ഷ്രെക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നു. അവരെ എതിർക്കാനായിട്ടാണ് സീഗോഡ് പൗലിയൻ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് തന്നെ. ആ ഏറ്റുമുട്ടലിൽ 3 പേര് ഡെഡായി, 4 പേര് ഇഞ്ചുറിയായി. ബാക്കിയുള്ളവർക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയി എന്ന്. ബിങ് അപ്പോൾ സ്നോ എംപ്രസ് ഇതുപോലെ ഒന്ന് പറഞ്ഞിരുന്നു. അവൾ ടൈമിങ് എനിക്കറിയാം. സംഭവം ടൈമിങ് അവിടെ കുടിയും കിടന്ന സമയത്ത് അവിടെ ഉള്ള പവർഫുൾ ബീസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്ത് ഷ്രെക്ക് സിറ്റിയെ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നാൽ അവർക്കറിയാത്ത ഒരു പവർഫുൾ ഒന്ന് അടിയിലുണ്ടായിരുന്നു. ആരായിരിക്കും? ടൈമിങ് ആകുമല്ലോ, അതൊന്ന് വേറെന്തോ. അപ്പോൾ യുഹാവ ഒന്ന് കെയർഫുൾ ആകണം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സീഗോഡ് പൗലിയെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുന്ന രീതിയിൽ പോയല്ലോ, ചിലപ്പോൾ ആ വാറ് അത് ഇനിയും ഉണ്ടായേക്കാം. ഷാമിയുടെ കാര്യം ചോദിക്കുമ്പോൾ ആ സോഡ് വെച്ച് താൽക്കാലികമായിട്ട് സീൽ ചെയ്തു. മുൻപ് പരിക്കേറ്റ ഒറിജിനൽ ഷ്രെക്ക് അക്കാഡമിയിലുള്ള അവർക്ക് ഈ റിവാർഡിന്റെ ആവശ്യമില്ല, ഇത് നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.